കാരണം കഴിഞ്ഞ 10 വർഷമായി 100% പരാജയമായ ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് ജനത ഏറെ ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തന്റെ കടപ്പാടം പണയം വെച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു വളരെ മോശമായ സാഹചര്യമാണുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകൾ ലഭിക്കുന്നില്ല, ഹോസ്പിറ്റലുകളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. വെള്ളക്കരം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു. അഭൂതപൂർവമായ വർധനവാണ് എല്ലാ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷവും അതിനു മുമ്പത്തെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഭരണകാലഘട്ടവും ജനങ്ങളുടെ മുന്നിൽ ഒരു തെളിവായി നിൽക്കുന്നുണ്ട്. Hi, hello, Namaskar. You're watching KTV India with me, Varsha Venugopal, and right now this is the day 2 where we are on a tour to the Kerala Assembly Elections 2026, and today I'm standing at Dharmadam, that is in Kannur district. It's a constituency in Kannur, and right now with me is the CP Salim sir, who is the Mandalam president of Dharmadam. Hello sir, നമസ്കാരം. ഞാൻ ഇപ്പോൾ കണ്ടു, ഇപ്പോൾ സമീർ അഹമ്മദ് ഖാൻ വരുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അബ്ദുൾ റഷീദ് സാറിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയാണ് പുള്ളി വരുന്നത്. എന്താണ് ഈ ക്യാമ്പയിൻ ഒക്കെ എങ്ങനെ നടക്കുന്നു? ക്യാമ്പയിൻ വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എല്ലാ രംഗത്തും 100% പരാജയമായ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലമാണിത്. അടിസ്ഥാന സൗകര്യ രംഗത്ത് വളരെയധികം പിറകിൽ നിൽക്കുന്ന ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിന് ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയാണ് തീർച്ചയായും യുവത്വത്തിൻ്റെ പ്രതീകമായ സൗമ്യതയുടെ പര്യായമായ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഇത്തവണ ഒരു മത്സരത്തിലേക്ക് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത്തവണ അബ്ദുൾ റഷീദ് ഇവിടെ വിജയിച്ചിരിക്കും. അല്ല, ഇത്രയും കോൺഫിഡൻസ് ആവാൻ നമ്മൾ ഇപ്പോൾ ക്യാമ്പയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ്? ജനങ്ങളുടെ അടുത്ത് നല്ല പ്രതികരണമാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനത്തിനകത്ത് ജനത ഏറെ ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതം പൂർണ്ണമായും ഒരു ദുസ്സഹമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗമായാലും ആരോഗ്യ രംഗമായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവും ആരോഗ്യവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്പർ 1 എന്ന് എല്ലാ കാലത്തും നമ്മൾ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പക്ഷേ ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ ജോലി കിട്ടാതെ ആളുകൾ പൂർണ്ണമായും ഡിഗ്രിയൊക്കെ കഴിയുമ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് തൻ്റെ കടപ്പാടം പണയം വെച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു വളരെ മോശമായ സാഹചര്യമാണുള്ളത്. അപ്പോൾ പഠിച്ചു വരുന്ന ആളുകൾക്ക് കൃത്യമായും അവർക്ക് ജോലി ഇവിടെ തന്നെ ലഭിക്കാനുള്ള സംവിധാനം ഇവിടെ വേണം. ആരോഗ്യരംഗത്ത് പൂർണ്ണമായും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകൾ ലഭിക്കുന്നില്ല, ജീവിതശൈലി രോഗങ്ങൾക്ക് പോലും കൃത്യമായ മരുന്നുകളില്ല, ഹോസ്പിറ്റലുകളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായ ഓപ്പറേഷന് വേണ്ടി വിധേയമാകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ കൃത്യമായ ചികിത്സ അവിടെ ലഭിക്കുന്നില്ല. ഓപ്പറേഷൻ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് പോലും പുറത്തു നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട വളരെ മോശമായ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പിണറായി വിജയൻ്റെ ഓപ്പണൻ്റ് ആണ്, അതിലൊരു ചെറിയ പേടി കാണില്ലേ? കാരണം 2 വർഷം തുടർച്ചയായി ആൾക്കാർ ജയിപ്പിച്ച് വിട്ട ആളാണ്. അപ്പോൾ ആ ഒരു പേടി ഡെഫിനറ്റ്ലി കാണില്ലേ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനാധിപത്യ രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്ക് 10 വർഷവും അതിനു മുമ്പത്തെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഭരണകാലഘട്ടവും ജനങ്ങളുടെ മുന്നിൽ ഒരു തെളിവായി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പലതരത്തിലുള്ള ഒരു പെട്ടെന്നൊരു വലിയൊരു അസുഖം വന്നാൽ, ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖം വന്നാൽ പെട്ടെന്ന് അതിനകത്ത് ചികിത്സയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സൗജന്യമായ പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്ന് നിർത്തൽ ചെയ്തു. കറണ്ട് ചാർജ് ആണെങ്കിൽ 3 തവണ ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അതുപോലെ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് വേണ്ടിയുള്ള പണം ഏതാണ്ട് 10 ഇരട്ടിയോളമാണ് വർദ്ധിപ്പിച്ചത്. കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു. ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അഭൂതപൂർവമായ വർധനവാണ് എല്ലാ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റമാണെങ്കിൽ ജനങ്ങളുടെ വരുമാനവും അവരുടെ ചെലവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്ന് കഴിഞ്ഞ 10 വർഷമായി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ CPM വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇത്തവണ അബ്ദുൾ റഷീദിനെ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു അഡ്രസ്സിങ്ങിന് എന്തെങ്കിലും പ്രത്യേക പോയിന്റ് ഉണ്ടോ?
പ്രത്യേകമായിട്ടൊന്നുമില്ല. നമ്മളിവിടെ ഒരു സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ മഹാകുടുംബ സംഗമമാണ്. ഇവിടെ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന ഒരു മുന്നണി സംവിധാനമാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഘടകകക്ഷിയിൽപ്പെട്ട വിവിധ UDFൻ്റെ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വലിയ കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനനായ കർണാടക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ അവരുകളാണ്. അദ്ദേഹം ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. Thank you so much, sir. So that was CP Salim, who was the Mandalam president of Dharmadam. And as you can see, they have full confidence even after he's the Abdul Rashid, he's the opponent of Pinarayi Vijayan, the chief minister of Kerala. Still, this time UDF have a confidence towards their candidates. And as you can see, people are coming over here to just see Zamir Ahmed Khan. He's coming over here addressing people and all. And as you can see, women, kids, old age people, everybody is gathering here to see, to see a glimpse of him and how he is gonna address this whole evening today. So it's all we have to see once he comes and all. That was me, your host Varsha Venugopal, with camera person Naveen Kumar.